ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 258 ദിവസം. സൂറത്തുൽ ബഖറ 251. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. അങ്ങനെ ദൈവഹിതത്താൽ അവർ നിഷേധികളെ തോൽപ്പിച്ചു. ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് രാജത്വവും തത്വജ്ഞാനവും പ്രദാനം ചെയ്യുകയും അവനിച്ഛിക്കുന്നത് പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം അള്ളാഹു ഓരോ ജനവിഭാഗങ്ങളെ മറ്റു ജനവിഭാഗങ്ങളാൽ തടയുന്നില്ലെങ്കിൽ ഭൂലോകം അമ്പേ താറുമാറാകുമായിരുന്നു. പക്ഷേ അള്ളാഹു ലോകരോട് ഏറെ അനുഗ്രഹമുടയവനത്രേ. അങ്ങനെ ദൈവമാർഗത്തിൽ സമർപ്പിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ഫലിച്ചു. അവർക്ക് നിഷേധികളെ പരാജയപ്പെടുത്താൻ സാധിച്ചു. അവരുടെ മുന്നൊരുക്കങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും പ്രാധാന്യമുള്ളതോടൊപ്പം അള്ളാഹു അവൻ്റെ ഔദാര്യമായാണ് വിജയം നൽകുന്നത്. ദൈവഹിതത്താൽ മാത്രമേ വിജയമുണ്ടാവൂ. ദാവൂദ് അലൈഹിസ്സലാമാണ് ജാലൂത്തിനെ വധിച്ചത്. ജാലൂത്ത് ആജാനുബാഹുവായ ഒരു വലിയ മനുഷ്യനാണ്, സർവായുധധാരി, ഒരു വലിയ സൈന്യത്തിൻ്റെ തലവൻ. എന്നാൽ ദാവൂദ് അലൈഹിസ്സലാം ഒരു യുവാവ്, കയ്യിലുള്ളത് ഒരു ചവണ. ദാവൂദ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ നിന്നെ ഇന്ന് ഞാൻ കഴുകന് ഭക്ഷണമാക്കുമെന്നാണ് ജാലൂത്ത് പറഞ്ഞത്. എന്നാൽ നീ കുന്തം കൊണ്ടും വാളുകൊണ്ടും യുദ്ധം ചെയ്യുന്നു, ഞാനാകട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് പോരാടുന്നുവെന്നാണ് ദാവൂദ് അലൈഹിസ്സലാം പ്രതിവചിച്ചത്. ധാർമ്മികതയും ഭൗതികായുധങ്ങളുമായുള്ള പോരാട്ടത്തിൽ ധാർമ്മികതക്കാണ് അന്തിമ വിജയം എന്നത് ചരിത്രത്തിൽ ആവശ്യമുള്ളത്ര തെളിഞ്ഞു കഴിഞ്ഞതാണ്. ജാലൂത്ത് വധിക്കപ്പെട്ടതോടെ ഫിലിസ്ത്യർ ഭയപ്പെട്ട് പിന്തിരിഞ്ഞു. ദാവൂദ് അലൈഹിസ്സലാം ആവട്ടെ ഇസ്രായേല്യരുടെ കണ്ണിലുണ്ണിയായി. താലൂത്ത് മകളെ ദാവൂദ് അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. ദാവൂദ് അലൈഹിസ്സലാം നബിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. നാട്ടിലെ ഭരണാധികാരിയായി സബൂർ നൽകപ്പെട്ടു. ധർമ്മസംസ്ഥാപനത്തിന് വിശ്വാസികൾ ആസൂത്രിതമായി പ്രവർത്തിക്കണമെന്നാണ് ആയത്തിൻ്റെ അവസാന ഭാഗം നൽകുന്ന കൽപ്പന. അള്ളാഹു ഓരോ ജനവിഭാഗങ്ങളെ മറ്റു ജനവിഭാഗങ്ങളാൽ തടയുന്നില്ലെങ്കിൽ ഭൂലോകം അമ്പേ താറുമാറാകുമായിരുന്നു. പക്ഷേ അള്ളാഹു ലോകരോട് ഏറെ അനുഗ്രഹമുടയവനത്രേ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.